മത്തി കിട്ടുമ്പോൾ ദാ ഇതുപോലൊരു ചാറൊന്ന് റെഡിയാക്കി നോക്കൂട്ടോ. ഒറ്റ അടിക്ക് കഴിച്ച് തീർക്കും. ചോറാണെങ്കിലും കപ്പയാണെങ്കിലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്തിനും പറ്റിയ സൂപ്പർ കോംബോ ആണ് ഈ ഒരു ചാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് അത്യാവശ്യം വലിയ മത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഞാനിതാ കഴുകി വൃത്തിയാക്കി നടുവൊക്കെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുതാവുമ്പോൾ എരിവും പുളിയൊക്കെ ഒന്ന് അങ്ങോട്ട് കയറിക്കോട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളിവിടെ പനീന് എന്നാട്ടോ പറയാം, നമ്മുടെ മീനിൻ്റെ മുട്ട അത് സെപ്പറേറ്റ് ആയിട്ട് കഴുകി മാറ്റി അതങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് നമുക്ക് നല്ലൊരു കുറുകിയ ചാറും കുറച്ചൊരു സ്പെഷ്യൽ രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും മത്തി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാറും പൊരിയൊക്കെ റെഡിയാക്കാറുണ്ട്. ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കേട്ടോ ഈ ഒരു സൂപ്പർ ഐറ്റം. അപ്പോൾ മൺചട്ടി തന്നെ എടുക്കാൻ നോക്കുക, അതിലാവുമ്പോഴാണല്ലോ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ കടുകും അതേ അളവിൽ തന്നെ 1/4 ടീസ്പൂണോളം ഉലുവയും ചേർക്കുന്നുണ്ട്. രണ്ടും നന്നായിട്ടങ്ങ് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ടൊരു 15ഓളം ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. കൂടി നമ്മൾ കുറച്ച് പച്ചമുളകും 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമുളകിനൊരു പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. എരിവുള്ള മുളകാണെങ്കിൽ 2 എണ്ണം മതി, എരിവില്ലാത്തതാണെങ്കിൽ ഒരു 4 വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 ഇല്ലി വെളുത്തുള്ളി രണ്ടും ചതച്ചെടുത്തത് ചേർക്കുകയാണ്. ഈ ഒരു ടൈമിലൊക്കെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നന്നായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരുമല്ലോ. പെട്ടെന്ന് നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറഞ്ഞ തീയിൽ തന്നെ മീൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തന്ന് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ഒരു വലിയ തക്കാളി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് അടിച്ച് ചേർക്കുന്നത്. ഈ ഒരു തക്കാളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷമാണ് ഇതിലോട്ടുള്ള മസാലയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചേഞ്ചായി വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് വാടി ഒരു വേറൊരു കളറാവുമല്ലോ, വെന്തൊരു കളറായി വരട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു ടൈമിൽ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ മീനൊക്കെ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിതവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഇച്ചിരിയേറെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ നമ്മളൊരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു ഇച്ചിരി കുരുമുളക്, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മീനിലോട്ടെടുത്ത മസാലപ്പൊടികൾ. അതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടിയൊക്കെ ഇത് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ മസാലപ്പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് അങ്ങോട്ട് ചൂടാക്കിയെടുക്കുക. ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ, എന്നാലൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ചാറിലോട്ട് നമ്മൾ കൊടുമ്പുളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഒരെണ്ണം എടുത്താൽ മതിയാകും. ഒരെണ്ണം മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ചാറ് നല്ല കട്ടി ഉണ്ടാവും. നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു 2 അല്ലെങ്കിൽ 2-3 ചെറിയ കഷ്ണം കൊടുമ്പുളി എടുത്ത് ചുടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത്. കൂടെ നമുക്ക് എത്രത്തോളം ചാറ് വേണോ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ടൈം വരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇത്തിരി വെള്ളം കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ചാറ് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ചിലർ ചിലപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റൊക്കെ അതൊക്കെ കിട്ടുമല്ലോ നമുക്ക് മീൻ കറിയൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കറിക്കും. ഇനി നമ്മളിതിലോട്ട് മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് നടുവൊക്കെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മീൻ ഞാൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് എടുത്തത് ഏകദേശം ഒരു 8-9 മീനാണ് കേട്ടോ. അത്യാവശ്യം വലിയ മീനാണ്.
അപ്പോൾ അതിനുള്ള മസാല കൂട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടങ്ങ് ഒരുപാട് തവിയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ഉടച്ചെടുക്കരുത്. നന്നായിട്ടങ്ങ് വേവട്ടെ. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ബാക്കിയുള്ള മീനൊക്കെ നമുക്ക് പൊരിക്കാനൊരു സിമ്പിൾ ആൻഡ് സൂപ്പർ മസാലയൊന്ന് റെഡിയാക്കിയാലോ. നമ്മളെല്ലാവരും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൂട്ടിയിട്ട് തന്നെയാണ് മസാലയൊക്കെ റെഡിയാക്കാറ്. അപ്പോൾ 2-3 കാര്യം കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഹോട്ടൽ സ്റ്റൈലിലൊക്കെ മീൻ ഫ്രൈ അതുപോലെ തന്നെ ഉണ്ടാക്കട്ടോ. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഇച്ചിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, അല്ലെങ്കിൽ പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി വാളംപുളി അതൊന്ന് പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു മസാല നമ്മൾ റെഡിയാക്കുന്നത്. ഞാനിത് അവിടെ എരിവുള്ള മുളക് പൊടി കേട്ടോ ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഈ ഒരു മസാലക്കൂട്ട് നല്ല രുചിയാണ് കേട്ടോ. ഒരൊറ്റ തവണ ഇതുപോലെയൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ചിട്ട് മീനൊക്കെ ഒന്ന് പൊരിച്ച് നോക്കൂ കേട്ടോ. പറയാൻ പറ്റും അതിൻ്റെ ആ ഒരു വെറൈറ്റി ടേസ്റ്റ്. അങ്ങനെ നമ്മൾ മീനൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് തേച്ചെടുക്കുകയാണ്. ചെറിയതൊരു 10 മിനിറ്റെങ്കിലും ഈ ഒരു മസാലയൊക്കെ ഒന്ന് തേച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ. അപ്പോഴാണ് നമുക്കിതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോഴൊക്കെ മത്തിൻ്റെ സീസണാണല്ലോ. ഇഷ്ടം പോലെ മത്തി കിട്ടാനുണ്ട്. അത്യാവശ്യം വലിയ മത്തിയാണ് കേട്ടോ. നല്ല രുചിയുണ്ട്. ഉൾവശത്തായിട്ട് പഞ്ഞിയും നമ്മൾ മീൻമുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മീൻമുട്ടയൊക്കെ ആർക്കാലും ഇഷ്ടമല്ലാത്ത അതൊക്കെ നമുക്ക് മസാല കൂട്ടിയിട്ട് പൊരിച്ച് കഴിക്കാനേ വല്ലാത്തൊരു രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മസാലയിലോട്ട് ഞാനത് നമ്മുടെ മീൻമുട്ടയൊക്കെ ചേർത്തിട്ട് അത് കുഴച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇതിൽ നമ്മൾ എത്ര മസാല തേച്ച് കൊടുത്താലും പിടിക്കാത്ത പോലെ ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ സെറ്റായിക്കോളൂ കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് അല്ലേ ഒന്ന് ചെക്ക് ചെയ്യണേ. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ആ ഒരു സമയം ഞാനവിടെ നമ്മളെ ചാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻ ഫ്രൈൻ്റെ വീഡിയോ ആദ്യമാണ് കഴിയട്ടെ എന്ന് കരുതിയിട്ടാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലോട്ട് മീനൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറിവേപ്പിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഈ മീനിലോട്ട് ഇറങ്ങും. ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും ഇത് വെച്ച് കൊടുക്കണേ. അതുപോലെ തന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ എല്ലാ സൈഡും മുരിഞ്ഞ് വെന്ത് നമുക്ക് കിട്ടുള്ളൂ. ഒരു സൈഡിലായിട്ട് നമ്മൾ മീൻമുട്ട അങ്ങ് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മത്തിയിൽ എപ്പോഴും വാളംപുളി അതൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെയ്ത് നോക്കിയവരുണ്ടാവും, ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളൊരു സൈഡാകുമ്പോഴേക്കും മറ്റേ സൈഡൊക്കെ ഒന്ന് മറിച്ചിടുക. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനത് ഓണാക്കി വെച്ചു എന്നൊക്കെ കരുതിയത്, പക്ഷേ ഓണല്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കഥ നമ്മൾ നല്ല രീതിയിലൊന്ന് പൊരിച്ച് സെറ്റായി വരുന്നുണ്ട്. അതാ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മീൻമുട്ടയും മത്തിയൊക്കെ നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞ് റെഡിയായി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മത്തിയാണ് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. ഇതുപോലെയൊക്കെ നിങ്ങൾ റെഡിയാക്കുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളക്കാനായിട്ട് വെച്ചിരുന്നല്ലോ. അപ്പോൾ കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും തന്നെ തവി വെച്ചിട്ട് കുത്തി ഉടച്ചെടുക്കരുത് കേട്ടോ. പിന്നെ മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നല്ല കുറുകിയ ചാറാണ്. നന്നായിട്ട് 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകിയ ചാറാണ് കേട്ടോ. നല്ല രുചിയാണ്. എത്ര കൂട്ടിയാലും നമുക്ക് മതി വരില്ല. ചിലർക്കൊന്നും മത്തിൻ്റെ കറിയും പൊരിച്ചതൊന്നും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും. പ്രത്യേകിച്ച് മത്തിയൊക്കെ പൊരിച്ചൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറഞ്ഞൊരു എണ്ണയിലൊക്കെ പൊരിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു ഫ്രൈയും കറിയൊക്കെ റെഡിയാക്കണേ. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഒരു തണ്ട് കറിവേപ്പിനെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു കൊഴുത്ത രീതിയിലാണ് ഈ ഒരു ചാറ് റെഡിയാക്കിയത്. നിങ്ങൾക്ക് ഒരുപാട് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് സെറ്റാക്കാം കേട്ടോ.
നമുക്ക് ഇങ്ങനെയാണ്. പിന്നെ ഒരുപാട് ആളൊന്നും നമ്മളെ വീട്ടിലില്ല, അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മളെ കറി കപ്പയുടെ കൂടെയും നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ്. അപ്പോൾ ഞാനിത് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കൂലേ. പോരാത്തതിന് മത്തിയുടെ സീസണാണ്. നല്ല ടേസ്റ്റുള്ള മത്തിയാണ്. ഉൾവശത്തായി മീൻമുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മീൻമുട്ടയൊക്കെ ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ കിട്ടുന്ന സമയത്ത് ഈ ഒരു സീസണിൽ അത് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ചാറുണ്ടല്ലോ, നല്ല കൊഴുത്ത ചാറാണ് കേട്ടോ. പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു മത്തി ഫ്രൈ കൂടി അങ്ങോട്ട് എടുക്കുകയാണ്. മീൻമുട്ട നമുക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയൊക്കെ ഒന്ന് കൂട്ടി പൊരിക്കുകയാണെങ്കിൽ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ എല്ലാവരും കഴിച്ചോളും. കണ്ടല്ലോ, നമ്മൾ മീനിലൊക്കെ ഇങ്ങനെ വരയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ചോറിൻ്റെ കൂടെ എടുത്തുന്നുള്ളൂ. പൊറോട്ട ആണെങ്കിൽ പൊറോട്ട, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കപ്പ ഉണ്ടല്ലോ, പൂള, നമ്മളവിടെ പൂള എന്നായിട്ട് പറയാം, അതിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോംബോ ആണ് ഈ ഒരു ചാറ്. അതുപോലെ തന്നെ വേറൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ ഈ മീൻ പൊരിച്ച് മീൻചട്ടിയിലോട്ട് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കണം കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൂ. അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ നമ്മളീ അമ്മമാരൊക്കെ ചിലർക്കൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ടുണ്ടാവും. ചെയ്യാത്തവരാണ് ഈ ഒരു സമയത്ത് മീൻ പൊരിച്ചിട്ടുള്ള ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് മീനൊക്കെ അങ്ങോട്ട് മാറ്റുക. അല്ലാതെ മീനിലോട്ടല്ല കേട്ടോ ചോറ് ഇടേണ്ടത്, ആ ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കൂ. ഒരു സൈഡ് ഡിഷായിട്ട് ഒരു ഇച്ചിരി നമ്മളെ മീനിൻ്റെ മുട്ട വറുത്തതും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായി മക്കളെ. ഇതൊക്കെ ഒരു നാടൻ ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ കിട്ടുള്ളൂ. നമ്മൾ ചട്ടിയിൽ ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ, ആവശ്യത്തിന് മാത്രം. ഏതായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ എല്ലാവരും കഴിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായിക്കണാവല്ലേ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.